മനു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ വരുന്നത് DMKയും അതോടൊപ്പം തന്നെ കോൺഗ്രസും അതിൻ്റെ പ്രാദേശിക നേതൃത്വം വിജയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഏറ്റവും ഒരു രാഷ്ട്രീയമായ ഒരു കാര്യം തന്നെ. ഈ അപകടം കഴിഞ്ഞു, അതിൻ്റെ ഒരു ദാരുണമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷേ ഇതിനകത്ത് തന്നെ രാഷ്ട്രീയം കൂടി വരികയാണ്. വിജയെ അറസ്റ്റ് ചെയ്യണം എന്ന ഒരു ആവശ്യത്തിലേക്ക് DMKയും കോൺഗ്രസും പോവുകയാണ്. നാളെ ഞായറാഴ്ചയാണ്. ഒരുപക്ഷെ ഈ ചെന്നൈ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമോ എന്നതടക്കം തമിഴ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഒരു കാര്യമായി മാറുന്നു. തമിഴ്നാടിനെ സംബന്ധിച്ച് വലിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിയും അമിത്ഷായും അടക്കമുള്ളവർ ഇതിൽ അനുശോചിച്ചിരിക്കുന്നു. അണ്ണാമലയുടെ ട്വീറ്റ് വന്നിരിക്കുന്നു. ഇതിൽ കുറ്റപ്പെടുത്തലുകൾ ഉണ്ടാകുന്നു. വിജയിയാകട്ടെ ചെന്നൈയിലേക്ക് മടങ്ങുകയും ചെയ്തു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ഒരു മറുപടിയും നൽകാതെ ഈ സ്ഥലത്ത് നിന്ന്, കരൂരിൽ നിന്ന് വിജയ് ചെന്നൈയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇപ്പോൾ ക്യാബിനറ്റ് ചേരുകയാണ്. തമിഴ്നാട് ക്യാബിനറ്റ് ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും അതിൽ പങ്കെടുക്കുന്നുണ്ട്. ADGPയോട് കരൂരിലേക്ക് പോകാൻ നേരത്തെ തന്നെ സ്റ്റാലിൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. രാവിലെ 7:30 മണിയോടുകൂടി സ്റ്റാലിൻ ഇവിടെ എത്തുമെന്നാണ് സെന്തിൽ ബാലാജി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആശുപത്രിയിലെ കാര്യങ്ങൾ ആദ്യം പരിക്കേറ്റവർ, മരണപ്പെട്ടവർ, അവരുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക, കൃത്യമായ ചികിത്സ നൽകുക, അത് പ്രാഥമികമായി ഒരു സർക്കാർ നൽകേണ്ട കാര്യമാണ്. അതിൻ്റെ നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. സേലത്ത് നിന്നും, ഡിണ്ടിഗലിൽ നിന്നും, നാമക്കലിൽ നിന്നും കൂടുതൽ മെഡിക്കൽ സംഘങ്ങളെ കരൂരിലേക്ക് എത്താൻ നിർദ്ദേശിച്ചു കഴിഞ്ഞു. കരൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കപ്പെട്ടവർക്ക് ചികിത്സ നൽകുന്നുണ്ട്. ഡിണ്ടിഗലിലെയും അതോടൊപ്പം തന്നെ സമീപ ജില്ലകളിലെയും കളക്ടർമാരോട് കരൂരിലേക്ക് എത്തണമെന്ന നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നു. അദ്ദേഹം ഇപ്പോൾ ക്യാബിനറ്റിൽ പങ്കെടുക്കുകയാണ്. അതിനുശേഷം DMKയുടെ കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. TVKയുടെ ഭാഗത്ത് നിന്ന് കാര്യമായ ഒരു പ്രതികരണം നൽകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. പക്ഷേ നമുക്ക് ചില വിവരങ്ങൾ വരുന്നത് പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് TVK നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പോലീസ് ഇതിൽ വീഴ്ച വരുത്തി, അതുകൊണ്ട് ഈ അപകടം സംഭവിച്ചു എന്ന ഒരു സ്റ്റാൻഡിൽ TVK എത്തുകയാണ്. അതായത് വരും മണിക്കൂറുകളിൽ, അടുത്ത ദിവസങ്ങളിൽ ഇത് DMK TVK പോരാട്ടമാകുമ്പോൾ ആരുടെ ഭാഗത്ത് ഈ വീഴ്ചയുണ്ടായി? തുടക്കം മുതൽ തന്നെ TVKയുടെ യാത്രയെ അലങ്കോലപ്പെടുത്താൻ ഗൂഢാലോചന നടന്നു. അതിൻ്റെ ഭാഗമായി സ്റ്റാലിൻ്റെ നിർദ്ദേശങ്ങൾ പോലീസും DMK പ്രവർത്തകരും കേട്ടു. അങ്ങനെ TVKയുടെ മുന്നേറ്റത്തെ തടയുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ നീക്കമുണ്ടായി എന്ന ഗുരുതരമായ ആരോപണം നേരത്തെ ഉന്നയിച്ചത്. അത് ഒന്നുകൂടി TVK നേതൃത്വം ശക്തിപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഏതായിരുന്നാലും ഈ വിജയുടെ കാര്യത്തിൽ അറസ്റ്റ് വേണമെന്ന നിലയിലേക്ക് കോൺഗ്രസും DMKയും എത്തിയിരിക്കുന്നു. അതിൽ DMK സർക്കാർ, തമിഴ്നാട് സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക്, അതായത് രൂപീകരിച്ച ദൃശ്യങ്ങളിലേക്ക് ஒரு கொடியை பிடிங்கி போட்டாங்க, ஒரு கட்டவுட்டை பிடிங்கி போட்டாங்க, ஒரு மனசாட்சி இல்ல. கரண்ட் ஆஃப், எதுக்கு கரண்ட் ஆஃப் பண்ணிருங்க? போன வாரத்துக்கு வர லைட் இருந்தது, மழை பெஞ்சது, அப்பெல்லாம் கரண்ட் ஆஃப் ஆகல. இப்ப கரண்ட் ஆஃப், இது கொடிக்கம்பத்தை பிடிங்கி போடுறது, கட்டவுட்டை பிடிங்கி போடுறது. விஜய் அப்படி என்ன கொடுமை பண்ணா? விஜய் அப்படி என்ன கொடுமை பண்ணா? ஊரமழை பெய்யணும், உத்தார உறவார எல்லாம் நல்லபடியா இருக்கணும், பிள்ளையோட சந்தோஷமா இருக்கணும். பேரை கெடுக்கிறீங்க, எதுக்கு அவரை பேரை கெடுத்து இப்படி வந்து குடிசவர் பண்றீங்க? அவரும் ஒரு மனுஷன் தானே, அவரும் அரசியல் குறைந்து தானே. நீங்களே வந்து ஆட்சி ஆளணுமா? நீங்க ரெண்டு கட்சிக்காரனும் ஆட்சி ஆளணுமா? ஏன்னா ஏன் இருந்தாலும் கொண்டானே உனக்கு ரெண்டு கட்சிக்காரனுக்கு தான் எனக்கு பொறுப்பு. சரியா? அன்னைக்கு வந்து செந்தில் பாலாஜிக்கோசரம் போனேன். டெல்லி, பம்பாய், திருநங்கையா கேட்டாங்க, ஏன்டி தீ குடிச்சேன்னு. செந்தில் பாலாஜிக்கோசரம் தீ குடிச்சேன். நான் அப்ப இருந்தேன். என் குடும்பத்துல 1000 பேர் எங்க வீட்டுல 1000 ஓட்டு இருக்கு. ஆனா வந்து இந்த வேலை செய்யக்கூடாது, இந்த துரோகம் பண்ணக்கூடாது. நம்மளே ஆளணும், நம்மளே நிலைச்சிருக்கணும். நம்ம வந்து நாட்டுக்கு இது பண்ணணும், ஏமாத்தக்கூடாது, நாட்டை ஏமாத்தக்கூடாது, மனுஷரை ஏமாத்தக்கூடாது, நல்லதை செய்யணும். எதுக்கு விஜய் வந்து இப்படி இது பண்றீங்க? எதுக்கு விஜய் பேரை கெடுக்கிறீங்க? அவன் என்ன பாவம்னா சொல்லுங்க. அவன் நல்ல சொன்னதான் வந்தான். அதுக்குன்னு ஏன் ஒரு ஏக்கரா கொடுக்க கூடாதா? ஏன் இடம் நான் வாங்கி போட்டாருன்னு வந்து சந்தோஷமா கொண்டாடுனீங்கல்ல, அத்தனை இது கொட்டு மேல வச்சிங்கல்ல, கொட்டு மேல வைக்க கூடாது, ஆடக்கூடாது, பாடக்கூடாது, அந்த ரவுண்டாக அவ்வளோ குறி கட்டக்கூடாது, அந்த கட் அவுட் வைக்கணும். என்ன பாவம்? என்ன நீங்க ஆட்சி ஆளணும்? நீங்க என்ன அப்படி ஆட்சி நடத்துறீங்க? என்ன மக்களுக்கு நல்லா செஞ்சுட்டீங்க? என் பிள்ளைகளுக்கு, என் குடும்பத்துக்கு 10 பேர் பிள்ளை பார்த்தாங்க, என்ன நல்லா செஞ்சுட்டீங்க? திருநங்கை என்ன நல்லா செஞ்சுட்டீங்க? இப்ப நல்லவங்க மாதிரி நடிக்கிறீங்களா நீங்க?
இப்ப வந்து விஜய் வந்து கெட்ட பேர் வாங்கணும், நீங்க நல்லவங்க மாதிரி நடிக்கணுமா? சொல்லுங்க. கோடிக்கணக்கான மறக்கட்டும், இந்த ஒரு திருநங்கை நீங்க பதில் சொல்லுங்க, சரிங்களா? വിജയ് ആരും കെട്ട പേര് சொல்லக்கூடாது. അവരെ നല്ലവരെ വല്ലവരെ വിജയ്ക്ക് പിന്തുണയുമായാണ് അവർ സംസാരിച്ചത്. വിജയ് എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അവർ ചോദിക്കുന്നത്. പോലീസിനും DMK-ക്കുമെതിരെയുള്ള കുറ്റപ്പെടുത്തലായി ഇത് മാറുന്നുണ്ട്. എന്തായാലും വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾക്ക് കൂടി ഈ സംഭവം തുടക്കം കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പരസ്പരം കുറ്റപ്പെടുത്തലുണ്ടാകാം. വിജയ്ക്ക് രാഷ്ട്രീയ പ്രതിസന്ധിയായി മാറുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. ഈ മരണങ്ങൾക്കെല്ലാം വിജയ് ഉത്തരം പറയേണ്ടി വരും. പാർട്ടിക്ക് തുടക്കമിട്ട് ഏതാനും മാസങ്ങൾക്കകമാണ് ഇത്ര വലിയ ദുരന്തം തൻ്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ തൻ്റെ കാരണം കൊണ്ട് സംഭവിക്കുന്നത് എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒന്നും രണ്ടുമല്ല, 36ഓളം മരണങ്ങൾ ഇതിനകം സ്ഥിരീകരിച്ച പശ്ചാത്തലം കൂടിയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മരണസംഖ്യ വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്ത്രീകളും കുട്ടികളും അടക്കമാണ് മരിച്ചിരിക്കുന്നത്. സാധാരണക്കാരായ ആളുകൾ വിജയെ ഒരു നോക്ക് കാണാൻ, പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയവർ, അവരൊക്കെ വിജയെ കണ്ട് മടങ്ങാൻ എത്തിയവരാണ്. അവരിൽ ചിലരാണ് ഈ മരണപ്പെട്ടിരിക്കുന്നത്. 10,000-ഓളം ആളുകൾക്ക് മാത്രം കൂടാൻ കഴിയുന്ന സ്ഥലത്ത് ലക്ഷക്കണക്കിന് ആളുകൾ എത്തി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. വിജയുടെ ഓരോ സമ്മേളന സ്ഥലങ്ങളിലും സമാനമായ തരത്തിലുള്ള ആൾക്കൂട്ടം ഉണ്ടാകാറുണ്ട് എന്നുള്ള സൂചനകൾ കൂടി വരുന്നുണ്ട്. പക്ഷേ നിയന്ത്രിക്കാൻ സാധിക്കാറില്ല പലപ്പോഴും. ഇപ്പോൾ ഇത് അതിര് കടന്നിരിക്കുന്നു, പരിധി കടന്നിരിക്കുന്നു. മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിരിക്കുന്നു. മനു ഭരതും വിനോദും തുടരുന്നുണ്ട്. മനു, രാഷ്ട്രീയമായി വിജയ് നേരിടേണ്ടി വരും ഇനിയുള്ള ആരോപണങ്ങൾക്കും മറ്റും. അതിൻ്റെ ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങളെ നേരിട്ട് പരിചയമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്താതെ ഈ മരിച്ചവരുടെ ബന്ധുക്കളെ കാണാതെ നേരെ ചെന്നൈയിലേക്ക് വിജയ് പോയിരിക്കുകയാണ്. വിജയ് കൃത്യമായ ഒരു മറുപടി അല്ലെങ്കിൽ ഇതിലൊരു പ്രതികരണം നടത്തിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന. ഏതായാലും വിജയ് അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. നേരെ തൃച്ചി എയർപോർട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് ചെന്നൈയിലേക്ക് മടങ്ങുകയുമാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും രാജ്യം മുഴുവൻ ഇതിൻ്റെ ദുഃഖത്തിലാണ്. മല്ലികാർജുൻ ഖർഗെ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ തമിഴ്നാട്ടിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ, ഈ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട ആളുകളെ സഹായിക്കാൻ രംഗത്ത് വരണം എന്ന് പറയുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി ഈ അപകടത്തിൽ പരിക്കേറ്റവരുടെ സുഖം പ്രാപിക്കുന്നതിനായുള്ള പ്രാർത്ഥനാ നിർഭരമായ നിമിഷങ്ങളാണ്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, 10,000 പേരെ പ്രതീക്ഷിച്ച ഒരു സ്ഥലത്തേക്കാണ് 60,000-ത്തിലധികം ആളുകൾ വന്നത്. അത് ഏതാണ്ട് 1 ലക്ഷത്തോളം പേര് വരും എന്നാണ് അനൗദ്യോഗികമായി പറയുന്നത്. സ്വാഭാവികമായും അത്തരത്തിൽ വരുന്ന ഒരു അപകടമാണ് ഇപ്പോൾ 16 സ്ത്രീകളെയും 6-ലധികം കുട്ടികളെയും ഉൾപ്പെടെ 33 പേരുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. അടിയന്തര യോഗം അവിടെ ചേരുകയാണ്. ഏതായാലും മുഖ്യമന്ത്രി പെട്ടെന്ന് ഇടപെടുകയും കരൂരിലെ മുൻ മന്ത്രിയൊക്കെയായ സെന്തിൽ ബാലാജിയെ പെട്ടെന്ന് തന്നെ ഈ ആശുപത്രിയിലേക്ക് അയക്കുകയും അവിടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ഉള്ള ശ്രമം സ്റ്റാലിൻ നടത്തി. അതുപോലെ വിദ്യാഭ്യാസ മന്ത്രി അൻബിൽ മഹേഷ് തൊട്ടടുത്ത ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്, അദ്ദേഹത്തെയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. ഇത്